ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി മഹാഭാഗവതം 11-ാം സ്കന്ധം 20-ാം അധ്യായം. ഗായത്രി ദേവിയെക്കുറിച്ച് പറയണു. ഓം ഭാഗം 3. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീനാരായണൻ. ഓം 3 ആചമിച്ച് വദനം 2 വട്ടം നനച്ചുടൻ ഇടത്തുകൈയും കാൽ രണ്ടും പിന്നെ പ്രോക്ഷിക്ക വാരിയാൽ മൂർധാവും കണ്ണും അവണ്ണം നാസയും 2 കർണവും മാറും മൗലിയും ഓരോന്നായി ക്രമാൽ പ്രോക്ഷിച്ചനന്തരം ബ്രഹ്മയജ്ഞം തുടങ്ങേണം. ദേശകാലാദി ചൊന്നു താൻ വലം കയ്യിൽ ദർഭ 2 3 ശിഖ പൂണൂലുള്ളംകാൽ ഇവയിൽ ഓരോന്നും ചേർത്തു വയ്ക്കുക. വിമുക്തി അണയാൻ സർവപാപവും തീർന്നു കിട്ടുവാൻ സൂത്രോക്ത ദേവപ്രീത്യർത്ഥം ബ്രഹ്മയജ്ഞം നടത്തുവൻ. കുളിച്ച് ആചമിച്ച് പ്രാർത്ഥന ചൊല്ലുക. ആവശ്യത്തെ പറയുക. മുക്തി കിട്ടുവാൻ വേണ്ടിയിട്ട്, പാപം തീരാൻ വേണ്ടിയിട്ട് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. വിമുക്തി അണയാൻ സർവപാപവും തീർന്നു കിട്ടുവാൻ സൂത്രോക്തദേവ പ്രീത്യർത്ഥം ബ്രഹ്മയജ്ഞം നടത്തുവൻ എന്ന് 3 ഗായത്രി അഗ്നിമീളേതി പിന്നെയും യദംഗേതിയും ഔവണ്ണം അഗ്നിർവൈ എന്ന മന്ത്രവും മഹാവ്രതാധികം പിന്നെ പന്ഥ ഏതച്ച സൂക്തവും മഖവൻ മന്ത്രവും സംഹിതായാശ്ചേതി വിദാദിയും മഹാവ്രതസ്യേതി മന്ത്രം ഇഷേത്വോർജേതി മന്ത്രവും അഗ്ന ആയാഹീതി മന്ത്രവും ശംനോ ദേവീതി മന്ത്രവും വൃദ്ധിരാധയിച്ചെന്ന സൂത്രത്തെയും പിന്നെ ജപിക്കണം. കുറേ സൂക്തങ്ങളുടെ ആദ്യത്തെ 1-2 വാക്കുകൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ശന്നോ ദേവീരഭിഷ്ടയ ആവോ ഭവന്തു പൂതയേ എന്നുള്ള ജാതിയുള്ള സൂക്തങ്ങളാണ്. ഇനി ശിക്ഷയെ ഓതാം ഞാൻ. പഞ്ചവത്സര എന്നതും മാതിരാന്തം സ ത ജ ഭ ന ഗൗർഗ്മേത്യക്ഷരങ്ങളും അഥാതോ ബ്രഹ്മജിജ്ഞാസാധിക സൂത്രവും അവ്വിധം തച്ഛം യോ മന്ത്രവും ചൊല്ലി ബ്രഹ്മാവിനെ നമിക്കുക. ദേവതർപ്പണവും ചെയ്ത് വലം വെച്ച് ആശു കൂപ്പുക. പ്രജാപതി ബ്രഹ്മവേദ ദേവന്മാരും ഋഷീന്ദ്രരും ഓങ്കാരവും അതേ മട്ടിൽ ഛന്ദസ്സുകൾ സമസ്തവും വഷട്കാരം വ്യാഹൃതികൾ സാവിത്രിയും അതിൽ പരം ഗായത്രി യജ്ഞങ്ങൾ ഭൂമി നാഗലോകവും അവ്വിധം അന്തരീക്ഷം ദിനം രാത്രി സാഖ്യന്മാരും അനന്തരം സിദ്ധർ ആഴികളും പിന്നെ പുഴയും പർവ്വതങ്ങളും അപ്സരസുകൾ ഗന്ധർവർ ക്ഷേത്ര ഔഷധി വനങ്ങളും നാഗം പക്ഷികൾ ധേനുക്കൾ സാധ്യന്മാർ വിപ്രയക്ഷരും രക്ഷോഭൂതങ്ങളും തൃപ്തരാകാൻ ചെയ്യുക തർപ്പണം. ഇപ്പോൾ സന്ധ്യാവന്തനത്തിൽ ഊക്ക അന്തിപിടിക്കുക എന്നാണ് പറയുക. ഊക്കണേൻ്റെ സമയത്താണ് ഈ തർപ്പണം വരിക. ഇപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ തർപ്പണം ചെയ്യുന്നത്. ദേവാമിസ്തർപ്പയാമി ദേവഗണാമിസ്തർപ്പയാമി ഋഷിമിസ്തർപ്പയാമി ഋഷിഗണാമിസ്തർപ്പയാമി പിതൃമിസ്തർപ്പയാമി പിതൃഗണാമിസ്തർപ്പയാമി എന്നാണ് പറയുക. എങ്കിലും അത് ഈ പ്രപഞ്ചത്തിലുള്ള ഓരോന്നിനും 14 ലോകത്തിനും ഭൂമിയിലുള്ള ഓരോന്നിനും ഒക്കെ തൃപ്തി വരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ജലം ജീവൻ്റെ ആധാരമാണ്. പഞ്ചഭൂതങ്ങൾ തൃപ്തരായാലേ ജീവിതം സുഖമാവുള്ളൂ. കാരണം എല്ലാവരും പഞ്ചഭൂതാത്മക ദേഹം സ്വീകരിച്ചവരാണ്. അപ്പോൾ ആ ദേഹത്തിന് വേണ്ടതൊക്കെ ഈ ഭൂമിയിൽ നിന്ന് തന്നെയാണ് കിട്ടുക. ഭൂമിയിലേക്ക് ദേവകളുടെ ഈ തരൽ വരം അനുഗ്രഹം ഉണ്ടല്ലോ, അത് കിട്ടുതന്നെ വേണം. സൂര്യൻ്റെ ആയാലും ചന്ദ്രൻ്റെ ആയാലും നക്ഷത്രങ്ങളുടെ ആയാലും രാശി തുടങ്ങിയിട്ടുള്ള ഓരോന്നും നമുക്ക് തരേണ്ടത് അന്തരീക്ഷത്തിൽ നിന്ന് തരുക തന്നെ വേണം. ശ്രീ മഹാദേവ്യൈ നമഃ. പൂണൂൽ നിവേദമായി പിന്നീട് ഋഷി തർപ്പണമേകുക. ശതർച്ചികൾ ഗൃത്സമതർ മാധ്യമന്മാരുമിങ്ങനെ വിശ്വാമിത്രൻ വാമദേവൻ ഭരദ്വാജനും അത്രിയും വസിഷ്ഠ ഋഷി പ്രഗാധാഖ്യൻ പാവമാന്യൻ അതിൽ പരം. ഋഷികളെ ഗോത്രത്തലവന്മാരെ ഗോത്രസ്ഥാപകരാണ്. അപ്പോൾ അവരുടെയൊക്കെ പേരുകൾ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു ഗോത്രത്തിൽപ്പെട്ടവരാവും. അതിൽ ഗോത്രം നമ്പൂരാർക്ക് മാത്രമേ സാധാരണഗതിയിൽ അറിയാറുള്ളൂ. പിന്നെ ശീലം വരാത്തത് കൊണ്ടാണ്. ഉത്തരേന്ത്യയിലൊക്കെ പലർക്കും ഗോത്രനാഥന്മാരെ അറിയും. ക്ഷുദ്രസൂക്തർ മഹാസൂക്തർ സനക ഋഷി സനന്ദനൻ സനൽകുമാരനും പിന്നെ സനാതനനും അവ്വിധം കപിലാസുരി നാമാക്കൾ പഞ്ചശീർഷ ഋഷി ബോഹരി
പ്രാചീനാവീതിനന്മാർക്കും തർപ്പണം ചെയ്തു പിന്നെയും പൈലസൂത്രയുധം ഭാഷ്യം മഹാഭാരതവും തഥാ സുമന്തു ജൈമിനി തഥാ വൈശമ്പായനാം ഋഷി ധർമാചാര്യന്മാർ ഇവരും തോഷിക്കാൻ ചെയ്യുക തർപ്പണം. ജാനന്തി, ശാലകൻ, ഗാർഗ്യൻ, ഗൗതമൻ, പിന്നെ ബാഹവി, വാഭ്രവ്യൻ, പിന്നെ മാണ്ഡവ്യൻ, മാണ്ഡൂകേയൻ, അതിൽ പരം ഗാർഗി, വാചക്നവി തഥാ ബഡവാ, പ്രാതിഥേയം, മൈത്രേയ്യാം, സുലഭയും, കഹോലനും, അതിൽ പരം കൗശീതകം, മഹാകൗശീതകം, പൈങ്ക്യം, സുയജ്ഞികം, ഭാരദ്വാജം, മഹാപൈങ്ക്യം, ഐതരേയവും അപ്പടി മഹൈതരേയം, സൗജാമി, ശാകലം, ബാഷ്കലം, തഥാ ഔദവാഹിയും ഔവണ്ണം, ആശ്വലായനവും, തഥാ സുജാതവക്ത്രവും മറ്റും നിർമ്മിച്ചുള്ളോരു ഋഷീന്ദ്രരും ഏവരും തൃപ്തരാകട്ടെ എന്ന് ചെയ്യുക തർപ്പണം. അപുത്രരായൻ കുലത്തിൽ മരിച്ചുള്ളവരൊക്കെയും തൃപ്തരാകട്ടെ ഈ വസ്ത്രം പിഴിഞ്ഞോരുദകത്തിനാൽ. ഇതാണ് ബ്രഹ്മയജ്ഞത്തിൻ വിധി എന്നു ധരിക്ക നീ. ഈ ഉത്തമം ബ്രഹ്മയജ്ഞം അനുഷ്ഠിക്കുന്ന സാധകൻ സർവവേദാംഗ പാഠത്തിൻ ഫലം പ്രാപിച്ചിടും ദൃഢം. വൈശ്യദേവം പിന്നെ നിത്യശ്രാദ്ധവും ചെയ്തു. നാരദ, അന്നദാനാദി അതിഥികൾക്ക് നിത്യവും നടത്തണം. ഗോക്കൾക്ക് ചോറുരുളകൾ നൽകി ബ്രാഹ്മണരൊത്തുടൻ പകൽ 5-ാമത്തെ ഭാഗത്തിങ്കൽ ചെയ്യുക ഭോജനം. 6ഉം 7ഉം വിഭാഗത്തിൽ പുരാണാദി പഠിക്കുക. 8ങ്കലോ ബാഹ്യയാത്ര സായം സന്ധ്യ അനന്തരം. ഇപ്പോൾ ഓരോ ദിവസത്തെ വിഭാഗം ചെയ്തുകൊണ്ട് സമയക്രമത്തിനനുസരിച്ച് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണം എന്നതാണ്. അതാണ് രാവിലത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശുദ്ധി പ്രക്രിയ കഴിഞ്ഞാൽ ആദിത്യം, അംബികാം, വിഷ്ണു, ഗണനാഥം, മഹേശ്വരം, വന്യം ച കഴിഞ്ഞതിൻ്റെ ശേഷം പൂജ, മറ്റേ പാരായണം എന്തൊക്കെ വെച്ചാൽ അതൊക്കെ ഒരു തേവാരത്തിൽപ്പെട്ടതാണ്. വൈശ്വദേവം, നിത്യശ്രാദ്ധം, പിന്നെ അന്നദാനം ആർക്കെങ്കിലും കൊടുക്കാണ്ട് വെച്ചാൽ അത്, പിന്നെ സസ്യജാലങ്ങൾക്ക് വെള്ളം കൊടുക്കുക, വളം കൊടുക്കുക, പശുക്കൾക്ക് പുല്ല് കൊടുക്കുക, ബ്രാഹ്മണർക്ക് ഊട്ട് ദാനം, അതേപോലെ എല്ലാം കഴിഞ്ഞിട്ടേ ഊണ് കഴിക്കാവൂ. പിന്നെ കുറച്ച് പുരാണാദി കാര്യങ്ങളൊക്കെ പഠിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ. പിന്നെ പുറത്തേക്ക് പോവുക എന്തെങ്കിലും വേണമെച്ചാൽ അത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ലേശം പണിയെടുത്തുകൊണ്ട് ധനം സമ്പാദിക്കുകയും വേണം. 3 നേരവും സന്ധ്യയും ഇങ്ങനെയൊക്കെയാണ്. ക്ഷേത്രദർശനം, സത്സംഗം, ഗുരുസേവ, ദീനസേവ ഇങ്ങനെയുള്ളതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യണമെന്ന് സാരം. ഇനി സായന്തന വിധിയോതാം ഞാൻ കേൾക്ക നാരദ. ഇതാചരിക്കുകിൽ പാരം പ്രസാദിക്കും ജഗന്മയി. അന്തിക്കാചമനം ചെയ്ത് പിന്നെ പത്മാസനസ്ഥനായി പ്രാണായാമം ചെയ്ത് ചിത്തമുറപ്പിക്കുക വേണ്ട പോൽ. സഗർഭമായി ചെയ്തിടേണം അത് വേദോക്തമാം വിധം. അഗർഭം കേവലധ്യാനം മന്ത്രമില്ലാത്തതും മുനെ. ഭൂതശുദ്ധ്യാദിയും ചെയ്യുക കർമ്മം വിഫലമന്യഥ. രേചകം, പൂരകം, പിന്നെ കുംഭകം 3 വിധത്തിലായി. പ്രാണായാമത്തോടും സന്ധ്യാധ്യാനം പിന്നീട് ചെയ്യുക. രൂപത്തെ ഒന്ന് പറയണു. സന്ധ്യയ്ക്ക് സരസ്വതി ആയിട്ടാണ്. അതായത് രാവിലെ ഗായത്രി, ഉച്ചയ്ക്ക് സാവിത്രി, വൈകുന്നേരം സരസ്വതി. രാവിലെ വിഷ്ണു, ഉച്ചയ്ക്ക് ശൈവം, ശാക്തേയമായിട്ട് രാത്രി അങ്ങനെയാണ് വരിക. അതൊക്കെ മുഴുവൻ അങ്ങനെയാണോ അങ്ങനെ ചോദിക്കരുത്. അതുപോലെ ഋഗ്വേദം, യജുർവേദം, സാമവേദം ഇങ്ങനെ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം അങ്ങനെ ഓരോന്നും. ഈ ഗായത്രിക്ക് അങ്ങനെയാണ്. ഓം കോടക്കാർ നിറവും മഞ്ഞച്ചേലയും രത്നഭൂഷയും താരങ്ങളാം മുത്തുമാല ചാരുരത്ന കിരീടവും രത്നക്കാതിലതൻ കാന്തിയോളം വെട്ടും കപോലവും ശംഖചക്രഗദാ പത്മങ്ങളും കാഞ്ചന കാഞ്ചിയും കിലുങ്ങും കാൽച്ചിലമ്പും പൂണ്ടിന മാർഗം ചരിപ്പവൾ ഗരുഡൻ്റെ പുറത്തേറി സാമവേദത്തോടും സദാ സൂര്യമണ്ഡലവും വിട്ടുവരും വൃദ്ധ സരസ്വതി. സ്വർലോകത്തിലെ ആ സച്ചിദാനന്ദാത്മിക ദേവിയെ ആവാഹിക്കുന്നു ഞാൻ എന്നായി ധ്യാനിക്കുക മനസ്സിനാൽ. ആപോഹിഷ്ടാദിയും പിന്നെ അഗ്നിശ്ചാധിക മന്ത്രവും ചൊല്ലി സങ്കല്പിക്കുക സന്ധ്യാദേവിയെ ചിത്തതാരിനാൽ. മുൻചൊന്ന പോലെ ആചമിച്ച് ഗായത്രി ജപസക്തനായി നാരായണ പ്രീതി ഉണ്ടാക്കുവാൻ ശുദ്ധമനസ്കനായി. കാലു രണ്ടും അടുപ്പിച്ച് സമമായി വെച്ചു കൈകളാൽ വെള്ളമേന്തിക്കോരി മണ്ഡലസ്ഥനാം സൂര്യദേവനെ ധ്യാനിച്ചർഘ്യം 3 വട്ടം തൂകണം സാധനാപരൻ. ശ്രുതിശാസനം ഉല്ലംഘിച്ചറിവില്ലാതെ മൂഢനായി നീരിൽ അർഘ്യം തൂകിടുന്നോൻ പ്രായശ്ചിത്താർഹനായിടും. അസൗ ആദിത്യമന്ത്രത്താൽ
അസൗ ആദിത്യമന്ത്രത്താൽ സൂര്യോപാസനയൊത്തുടൻ ആസനസ്ഥിതനായി പ്രാതസന്ധ്യാകാലത്തിലെന്നപ്പോൾ ദേവി ധ്യാനത്തോടും 10 പകുതിയോ മുനെ ജപിക്ക ഗായത്രി പിന്നെ ഉപസ്ഥാനാദിയും ക്രമാൽ ആചരിക്കണം ഈ മട്ടിലത്രേ സായന്തനം വിധി. വസിഷ്ഠനാണ് ഋഷി ഇതിൽ ഛന്ദസ്സോ ശ്രീ സരസ്വതി വിഷ്ണുരൂപിണിയാം വാണിയത്രേ ദേവതയും മുനെ സായം സന്ധ്യാതർപ്പണത്തിൻ വിധി ഞാനോദിടാമിനി. സ്വ എന്നോതി പുരുഷനെ സാമവേദത്തെയും തഥാ ഹിരണ്യഗർഭനെ സൂര്യമണ്ഡലത്തെയും അവിധം പരമാത്മാവിനെ പിന്നെ സരസ്വതിയെയും തഥാ തർപ്പിക്ക വേദമാതാവിനെയും സാങ്കൃതിയെയുമേ വിഷ്ണുരൂപിണിയാം വൃദ്ധസന്ധ്യയെയും അതേപടി പ്രാതസന്ധ്യയെയും സിദ്ധിദാത്രി നീമൃജി പ്രാതസന്ധ്യയെയും സിദ്ധിദാത്രിനീമൃജിയെയുമേ സർവമന്ത്രേശ്വരിയെയും ഭൂർഭുവസ്വ കഥിച്ചുടൻ പുരുഷൻ തന്നെയും തൃപ്തിപ്പെടുത്താൻ ചെയ്യുക തർപ്പണം. ദുഃഖവ്യാധികളും പാപങ്ങളും എല്ലാം അകന്നിടാൻ മോക്ഷപ്രദം ശ്രുതി പ്രോക്തം ആചാരങ്ങളിൽ ഉത്തമം സന്ധ്യാവന്ദനം ഇമ്മട്ട് ചെയ്യും ഭക്തനിൽ സദാ സർവാഭീഷ്ടങ്ങളും ദേവി ചൊരിഞ്ഞിടും നിരന്തരം. ശ്രീ മഹാദേവി അർപ്പണമസ്തു. ബ്രഹ്മയജ്ഞാതികീർത്തനം എന്ന 20-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഇനി 21-ാമത്തെ അധ്യായം. ഓം ശ്രീനാരായണൻ. ഓം പാപനാശകം പുണ്യം സർവാഭീഷ്ടഫലപ്രദം കേട്ടാലും ഇനി ഗായത്രി പുരശ്ചരണരീതിയം. പർവ്വതാഗ്രം നദീതീരം വില്വമൂലം കുളക്കര ഗോഷ്ഠം അമ്പലം ഉദ്യാനം അരയാൽ തുളസീവനം. ഗുരുസാന്നിധ്യമോ ശാന്തിയേകും അന്യസ്ഥലങ്ങളോ തിരഞ്ഞെടുക്കുക ഇതിനായി മന്ത്രസിദ്ധി വരും തഥാ. മന്ത്രമേതാകിലും കൊള്ളാം വ്യാഹൃതി ത്രിതയത്തൊടും ഗായത്രി 100 ആദ്യം തന്നെ ജപിക്കണം. നൃസിംഹ സൂര്യ വാരാഹ പുരശ്ചരണമേതിലും ഗായത്രി ജപമാദ്യം ഇല്ലാഞ്ഞാലൊക്കെ നിഷ്ഫലം. ശൈവ വൈഷ്ണവ ഭേദങ്ങൾ എന്നീ ദ്വിജരൊക്കെയും ഗായത്രിയാം ആദിശക്തി തന്നെ സേവിപ്പു നാരദ. പുരശ്ചരണകൃത്യത്തിൽ മന്ത്രം ശോധന ചെയ്യണം. അതിനാദ്യാംഗമായ ആത്മശോധനം ചെയ്തിടേണ്ടതാം. 3,00,000 അഥവാ ലക്ഷമൊന്നെങ്കിലും ഇതിനൊരാൾ ജപിക്കണം. ശ്രുതി പ്രോക്തമായ രീതിയിൽ നാരദ ആത്മശുദ്ധി വരുത്താതെ ജപഹോമാദി ചെയ്യുകിൽ നിഷ്ഫലം സർവമെന്ന ഈ വേദം ഘോഷിപ്പു സർവദാ. തപിപ്പിക്കുക ദേഹത്തെ തപസാൽ ഇതിനാൽ മുനെ ബ്രഹ്മവിജ്ഞാനമുണ്ടാവും സിദ്ധിക്കും സ്വർഗവാസവും. ക്ഷത്രിയൻ ബാഹുവീര്യത്താൽ ധനത്താൽ വൈശ്യശൂദ്രരും ജപഹോമാദിയാൽ വെല്ലും ആപത്തുകളെ വിപ്രനും. ശ്രീ മഹാദേവി നമഃ. അപ്പോൾ ബ്രാഹ്മണർ ധാരാളമായിട്ട് ജപിക്കണം, പൂജ ചെയ്യണം, ഹോമാദികൾ ചെയ്യണം, ഗായത്രി ഉപാസിക്കണം, പുരാണപാരായണാദികൾ ചെയ്യണം. അനവധി ഉണ്ട് ബ്രാഹ്മണർക്ക് ഉത്തരവാദിത്തം. ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സ്വതേ ബ്രാഹ്മണർക്ക് സമയം കിട്ടില്ല. അപ്പോൾ ഈ ആഹാരത്തിനുള്ള വക ബാക്കിയുള്ളവരൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. പണ്ട് അങ്ങനെയാണ്. അത് കുറച്ച് അധികമായി ആ സമയത്ത് അത്രയേ ഉള്ളൂ. അതിനാൽ ആചരിക്കണം തപസ്. എത്ര ഞെരുങ്ങിയും ശരീരശോഷണം തന്നെ തപസ് എന്നതു നാരദ. വിധി പോൽ ശോഷണം ചെയ്യുക കൃച്ഛ്രചാന്ദ്രായണാദിയാൽ. അന്നശുദ്ധി പ്രകാരം ഞാനിനി നിന്നോടുരയ്ക്കുവൻ. അയാചിതം ശുക്ലം ഉഞ്ചം ഭിക്ഷ ഇങ്ങനെ വൃത്തികൾ 4 താനെന്നുരയ്ക്കുന്നു വേദവും മന്ത്രവും മുനെ. ഏവം നേടിയോരാഹാരം 4 പങ്കാക്കി. ഒന്നതിൽ ദ്വിജർക്കേകുക ഗോവിന്, രണ്ടാമത്തേതും അവിധം, 3-ാം പങ്കതിഥിക്കേകു. ബാക്കി താനും സ്വപത്നിയും കഴിക്കണം. ഗ്രാസവിധി ഇനിയോ ഓതാം യഥാവിധി. ഗോമൂത്രത്താൽ ആദ്യം അന്നം പ്രോക്ഷിക്കുക യഥാവിധി. ഇനി ഞാൻ ചോറുരുള തൻ കണക്കം നിന്നോടോതിടാം. കോഴിമുട്ട വലുപ്പത്തിൽ ചോറിനുരുള 8 താൻ. ഗൃഹസ്ഥൻ അതിലും പാതി. വാനപ്രസ്ഥർക്കെഴും വിധി. ബ്രഹ്മചാരിക്ക് ഗോമൂത്രപാവിത അന്നം യഥേഷ്ടവും. സാവിത്രിയാമിറുക്ക് തദീതി ഇറുക്കുമൊത്ത 9 തഥാ 6 3 വട്ടം അന്നം വിടവില്ലാത്ത കൈയിനാൽ ഗോമൂത്രം പ്രോക്ഷിച്ച് ശുദ്ധമാക്കണം വിധി പോലവേ. ചോരർ ചണ്ടാളർ വൈശ്യന്മാർ ക്ഷത്രിയന്മാരുമേകുകിൽ ആ ഭക്ഷണം കഴിക്കുന്നത് അധമം വിധിയായി വരും. ശൂദ്രാന്നഭോജിയും ശൂദ്രന്മാരൊത്തുണ്ണുന്ന വിപ്രരും. ശൂദ്രന്മാരൊത്തുണ്ണുന്ന വിപ്രനും ആ ചന്ദ്രതാരം നരകം തന്നിൽ വീണുഴലും ദൃഢം. ശ്രീ മഹാദേവി നമഃ. ഇപ്പോൾ ഈ അന്നദാനങ്ങൾക്കൊക്കെ ബ്രാഹ്മണർക്ക് അമ്പലങ്ങളിലൊക്കെ ഒരുമിച്ചാണല്ലോ വെച്ചിട്ട് കൊടുക്കുക. അതുപോലെ അവർ വയ്ക്കുന്നതാണ് കഴിക്കുക. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും സ്വതേ ചെയ്യാൻ പാടില്ല. സാഹചര്യങ്ങൾ അനുകൂലമല്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഫലം
ഈ നക്ഷത്രം ചന്ദ്രൻ എത്ര കാലമാണോ ഉള്ളത് അത്രയും കാലം നരകത്തിൽ കിടക്കണമെന്നാണ്. ഇതിപ്പോൾ കൊടുക്കുന്നവരും കിടക്കും, കഴിക്കുന്നവരും കിടക്കും. കഴിക്കുന്നവർ മാത്രം കിടക്കുന്ന എല്ലാവരും ധരിച്ചെടുക്കണത്. അതതിൻ്റെ ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ്, വിവരമില്ലാത്തതുകൊണ്ടാണ്. അതായത് ബ്രാഹ്മണരെ ബഹുമാനിച്ചുകൊണ്ട് അവർക്ക് സെപ്പറേറ്റായിട്ട് തന്നെ അവരുടെ ശുദ്ധം കണക്കാക്കിക്കൊണ്ട് തന്നെ കൊടുക്കണം. അത് അതിൻ്റെ ഒരു നിയമമാണ്. ആ നിയമം പാലിച്ചില്ല വെച്ചാൽ ദേവത അപ്രീതിയായിട്ട് വരും. ദേവത അപ്രീതിയായി കഴിഞ്ഞാൽ ബ്രാഹ്മണർക്ക് ബാധിച്ചു കഴിഞ്ഞാൽ ആ നാടിന് മുഴുവൻ ബാധിക്കും. അപ്പോൾ നാട്ടുകാർക്കും ബാധിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു വിപരീതാവസ്ഥയിൽ എത്തുന്ന സാരം. അപ്പോൾ ഇവിടെയും ഒരു നരകം തന്നെയാണ് സൃഷ്ടിക്കുക. അതേപോലെ ഇത് കൊടുക്കുന്നവരും ഇത് കഴിക്കുന്നവരും ഒരേപോലെ നരകത്തിൽ ചെന്നിട്ട് ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ബ്രാഹ്മണ്യത്തെ നിലനിർത്താൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് കൂടി ദേവീ ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നു. ഇത് 11-ാം സ്കന്ധത്തിൽ 21-ാം അധ്യായത്തിൽ 21, 22 അധ്യായങ്ങളായിട്ട് 21, 22 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു തരുന്നു. ചോരർ, ചണ്ടാളർ, വൈശ്യന്മാർ, ക്ഷത്രിയന്മാരുമേകുയിൽ ആ ഭക്ഷണം കഴിക്കുന്നത് അധമം വിധിയായി വരും. ശൂദ്രാന്നഭോജിയും ശൂദ്രന്മാരൊത്തുണ്ണുന്ന വിപ്രനും ആചന്ദ്രതാരം നരകം തന്നിൽ വീണുഴലും ദൃഢം. ഛന്തോനിബദ്ധം ഗായത്രിക്ക് എത്ര അക്ഷരം അത്രയും ലക്ഷം മന്ത്രം ജപിക്കണം ആവാം 4-8 ലക്ഷവും. വിശ്വാമിത്രൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയും മുനീശ്വര, ജീവനില്ലാത്ത ദേഹം കൊണ്ടൊന്നുമാവാത്ത മാതിരി പുരസ്ചരണമില്ലാത്ത മന്ത്രവും നിഷ്പ്രയോജനം. മിഥുനം, കർക്കടം, കന്നി, മകരം, മലമാസവും വ്യതീപാദം, വൈധൃതിയും ചൊവ്വയും ശനിയാഴ്ചയും ചതുർത്ഥി, ഷഷ്ഠി, നവമി, ത്രയോദശി, ചതുർദശി, കറുത്തവാവ്, അഷ്ടമിയും രാത്രികാലം പ്രദോഷവും. ആയില്യം, കേട്ട, അനിഴം, തിരുവാതിര, കാർത്തിക, തിരുവോണം, ഭരണിയും ജന്മനാളും തഥാ തുലോം, മേടം, കർക്കടകം, കുംഭം, മകരം തൊട്ടരാശിയും. വർജ്യങ്ങൾ താൻ ചന്ദ്രതാരബലവും ശുക്ലപക്ഷവും ചേർന്ന നാളിൽ തുടങ്ങണം പുരസ്ചരണമാം വിധി. സ്വസ്തിവാക്യത്തോടും നാന്തി ശ്രാദ്ധമൂട്ടി യഥാവിധി. മൃഷ്ടാന്നഭുക്തിയും വസ്ത്രങ്ങളും വിപ്രർക്കു നൽകണം. അനുജ്ഞ വാങ്ങി പിന്നീട് പടിഞ്ഞാട്ടു മുഖത്തോടും ശിവക്ഷേത്രത്തിലോ മറ്റോ ജപിക്കാനായി തുടങ്ങുക. കാശീപുരം, മഹാകാളം, കേദാരം, നാസികം തഥാ ത്രയംബകം ക്ഷേത്രം ഈ അഞ്ചു ദീപങ്ങൾ പാരിതിൽ കൂർമാസനം ശ്രേഷ്ഠതമം. ഏതിനും ഇതു സമ്മതം ആരംഭം തൊട്ട് അന്ത്യദിനം വരേക്കും ഒരുപോൽ മുനെ. ഏറ്റക്കുറച്ചിലില്ലാതെ ഓരോ നാളും ജപിക്കണം. ഒരു നാളും പുരശ്ചര്യ മുടക്കരുതൊരിക്കലും. വെള്ളകേറുന്ന നേരം തൊട്ട് ഉച്ചയാം വരെയും ജപം നടത്തണം. യമം ധ്യാനം മനനം മറ്റുമായി സദാ. ഛന്തോ, ഗായത്രി അക്ഷരങ്ങൾ എത്രയുണ്ട് അത്ര ലക്ഷവും കഴിക്കണം. മന്ത്രസംഖ്യ പുരശ്ചര്യയിൽ മാനവർ നെയ് ചേർത്ത പാൽ ചോർ ഹോമിക്ക. ജപത്തിൻ 10-1 ബില്ലപത്രം, പൂക്കൾ, എള്ളും ഗുളമിശ്രം യവാദിയും ഹോമിക്ക. 10-1 താൻ അതിനാൽ സിദ്ധനായി വരും. നിത്യം നൈമിത്തികം കാമ്യം കർമ്മങ്ങളിവ 3 സംസേവ്യതാന ഗായത്രി ധർമ്മ കാമാർത്ഥമോക്ഷത. ഗായത്രിയിന്മീതെ മറ്റെന്തുണ്ട് ഇഹ പരങ്ങളിൽ. 3 നേരം കുളിച്ച് ഉച്ചയ്ക്കുണ്ടും അർച്ചിച്ചുമങ്ങനെ ഏകാഗ്രനായി മൗനിയായി 3 ലക്ഷം നീരിൽ ജപിക്കണം. പിന്നെ ശാസ്ത്രോക്തമാം കർമ്മം ചെയ്യണം. കാമ്യകർമ്മമോ ഏവം ജപാധികം ചെയ്യുക കാര്യസിദ്ധി വരും വരെ. സാമാന്യ കാമ്യകർമ്മത്തിന് ശരിയാം വിധി കേൾക്ക് നീ. നേരത്തെ കുളിച്ച് ഗായത്രി സഹസ്രമൊരു നിത്യവും ജപിക്കലുണ്ടാവും. ആയുരാരോഗ്യ ഐശ്വര്യവൃദ്ധികൾ സിദ്ധനാവുകയും ചെയ്യും. ആണ്ടൊന്നാൽ ഇതു ചെയ്യുകിൽ ശ്രീ മഹാദേവിയെ നമ. നെയ്യിൽ മുക്കി താമര തന്നിതൾ അഗ്നിയിൽ നാരദ ലക്ഷം ഹോമിക്കിലോ. നേടാം സർവവും മോക്ഷവും ധ്രുവം. താമര നെയ്യിൽ മുക്കിയിട്ട് ഹോമിക്കുക. അത് വളരെയധികം ഗുണത്തെ ചെയ്യും. മന്ത്രസിദ്ധി വരുത്താതെ ജപഹോമാദിവൃത്തികൾ അർത്ഥമോക്ഷങ്ങൾ ഏതിനായാലും നിഷ്ഫലമൊക്കെയും. പാലാലോ ദധിയാലോ കാൽക്കോടി ആഹുതി ചെയ്യുകിൽ ജീവൻ മുക്തതയാർ നേടും എന്നു താൻ ആർഷമാം മതം. അഷ്ടാംഗയോഗ അനുഷ്ഠാനം കൊണ്ടുണ്ടാം ഫലമൊക്കെയും ഇതുകൊണ്ട് ലഭിച്ചിടും. ഇല്ല ശങ്കിക്കുവാനിതിൽ. ഉണ്ടും ഉണ്ണാതെയും ശക്തിക്കൊത്തപ്പോൾ വ്രതം ഇങ്ങനെ 6 മാസം ഭക്തിപൂർവം ചരിച്ചാൽ സിദ്ധനായിടും. പഞ്ചഗവ്യം കൊണ്ടൊരു നാൾ പിറ്റേന്നാൾ വായുമാത്രനായി
വിപ്രാന്നമൊരു നാൾ ഉണ്ടും ചെയ്യുക ഗായത്രി തൻ ജപം. ഗംഗാദിയിൽ കുളിച്ച അന്തർജലത്തിൽ ഒരു 100 ജപിച്ച തീർത്ഥം ഒരു 100 സേവിക്കലും മുനെ. ചാന്ദ്രായണാദി കൃച്ഛ്രത്തിൻ ഫലമാളും അസംശയം. ആദ്യത്തെ 3 ആശ്രമത്തിൽ പെട്ടോരാം വിപ്രർ ഭൂപരും സ്വകീയ ഗേഹങ്ങളിൽ വെച്ച് തപസ് നടത്തുകിൽ അധികാരപരത്വത്താൽ യജ്ഞാദിഫലമാർന്നിതം ശ്രൗതസ്മാർത്താധികം കർമ്മം ചെയ്യും മോക്ഷേച്ഛുവാം നരൻ. വിദ്വാൻമാരോതിലും വണ്ണം അഗ്നിഹോത്രാദി നിത്യവും ചെയ്ത് സദ്വൃത്തനായി കായോ കിഴങ്ങോ വെള്ളമോ മുനെ. ഭിക്ഷാന്നത്തിന് 7 ഉരുള മാത്രമോ തിന്നുമങ്ങനെ പുരശ്ചര്യ അനുഷ്ഠിക്കൽ മന്ത്രസിദ്ധി വരും ദൃഢം. ദാരിദ്ര്യമെല്ലാം അകലും വിധി പോൽ ഇത് ചെയ്യുകിൽ ഇതു കേട്ടാൽ തന്നെയുണ്ടാം പുണ്യവും സിദ്ധിയും ധ്രുവം. ഗായത്രി പുരശ്ചരണ വിധി എന്ന 21-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം. ഇനി ഇപ്പോൾ 20-ഉം 21-ഉം 2 അധ്യായങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്യുന്നത്.